ഹലോ, നമുക്കിന്ന് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് പാരലലോഗ്രാം അഥവാ സാമാന്തരികത്തിൻ്റെ പരപ്പളവും ചുറ്റളവും എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം പാരലലോഗ്രാമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാരലലോഗ്രാമിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതേപോലെ പാരലലും ആയിരിക്കും. ഇപ്പോൾ ഈ സൈഡ് ബി ആണെങ്കിൽ ഈ സൈഡും ബി ആയിരിക്കും, ഈ സൈഡ് എ ആണെങ്കിൽ ഈ സൈഡും എ ആയിരിക്കും. സൈഡ്സ് പാരലലാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ എച്ച് ആണെങ്കിൽ ഇവിടെയും എച്ച് ആയിരിക്കും, ഈ ഗ്യാപ്പും എച്ച് ആയിരിക്കും. അങ്ങനെ രണ്ട് സൈഡ്സ് തമ്മിലുള്ള ഗ്യാപ്പ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡ്സും പാരലൽ അഥവാ സമാന്തരമാണെന്ന് പറയാം. അടുത്ത പ്രത്യേകതയാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും, അതേപോലെ അടുത്ത ഓപ്പോസിറ്റ് ആംഗിൾസായ ഇതും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത പ്രത്യേകത ഡയഗണൽസ് ഈക്വൽ ആയിരിക്കില്ല. ഈ ഡയഗണൽ D1 ആണെങ്കിൽ അടുത്ത ഡയഗണൽ D2 ആയിരിക്കും, രണ്ടും ഈക്വൽ ആയിരിക്കില്ല. ഇനി പാരലലോഗ്രാമിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എന്ന് പറയണത് ഇത്, ഹൈറ്റ് എന്ന് പറയണത് ബേസിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈനിനാണ് ഹൈറ്റ് എന്ന് പറയണത്. ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ബേസ് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് 3 സെൻറ്റിമീറ്ററുള്ള ഒരു പാരലലോഗ്രാമിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ബേസ് 6 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ആൻസർ 18 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര സെൻറ്റിമീറ്റർ. അടുത്തത് പാരലലോഗ്രാമിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. പാരലലോഗ്രാമിൻ്റെ ഒരു സൈഡ് ബി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ബി ആയിരിക്കും, ഒരു സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ ആയിരിക്കും. ഇനി ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 സൈഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെരിമീറ്റർ കിട്ടും. നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ 2 × A+B. ഇനി ഇതിൻ്റെ ഒരു സൈഡ് 7 സെൻറ്റിമീറ്ററും അടുത്ത സൈഡ് 3 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഒരു പാരലലോഗ്രാമിൻ്റെ പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് വാല്യൂസ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. എ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ, ബി എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 × 10, അപ്പോൾ ആൻസർ 20 സെൻറ്റിമീറ്റർ.